നമുക്കിന്ന് ഹയർ പർച്ചേസ് അക്കൗണ്ട്സിൽ കംപ്ലീറ്റ് റീപൊസഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് കംപ്ലീറ്റ് റീപൊസഷൻ്റെ ഒരു പ്രോബ്ലം, അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് റീപൊസഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രിയും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ക്ലാസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ക്ലാസ് കാണണം. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ആയിട്ട് വേണം ഈ ഒരു ക്ലാസ്സിനെ കാണാൻ വേണ്ടി. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഹയർ പർച്ചേസ് അക്കൗണ്ടിൻ്റെ മറ്റ് ക്ലാസ്സുകളിലേക്ക് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓൺ 1/1/2023 മേനോൻ പർച്ചേസ്ഡ് എ മോട്ടോർ കാർ ഫ്രം പോപ്പുലർ ഓട്ടോമൊബൈൽസ്. അപ്പോൾ ഇവിടെ മേനോൻ, അതായത് ഹയർ പർച്ചേസ്ഡ് ഒരു മോട്ടോർ കാർ പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ നിന്ന്, ഹയർ വെണ്ടറിൽ നിന്ന് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വാങ്ങിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്യാഷ് പ്രൈസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 2,50,000 ആണ്. അതായത് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്, കാറിൻ്റെ ഒറിജിനൽ പ്രൈസ് 2,50,000 ആണ്. അതെങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് നോക്കുക. പേബിൾ ₹70,000 ഡൗൺ, അതായത് ആ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന നിമിഷം തന്നെ 70,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കും അല്ലേ. ബാക്കിയുള്ള തുക ആൻഡ് ദ ബാലൻസ് ഇൻ 3 ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് ₹67,500 ഈച്ച്. ബാക്കിയുള്ള തുക 67,500 വെച്ച് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. 67,500 വെച്ച് 3 തവണ അടച്ച് 31 ഡിസംബറിലാണ് എല്ലാ വർഷവും വർഷാവസാനമാണ് ഇത് അടയ്ക്കുന്നത്. അങ്ങനെ 3 വർഷത്തേക്ക് അടച്ചാണ് അത് തീർക്കുന്നത്. ഇൻട്രസ്റ്റ് വാസ് ചാർജ് അറ്റ് 6%. ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 6% ഓൺ ദി ഇയർലി ബാലൻസസ്. ദെൻ ഡിപ്രീസിയേഷൻ വാസ് ചാർജ് 10% പെർ ആനം ഓൺ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്. അത് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് അല്ലേ. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കൊണ്ട് റെഡ്യൂസിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് മെത്തേഡ് ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷനും ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് റീപൊസഷനെ സൂചിപ്പിക്കുന്ന ആ ഒരു സെൻറ്റൻസ് നോക്കുക. മേനോൻ ഫെയിൽഡ് ടു പേ ദ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ഓൺ 31/12/2024 അല്ലേ. അതായത് അടുത്ത വർഷം തന്നെ, നമ്മളിത് വാങ്ങിച്ചത് 1/1/2023 ആ വർഷം അവസാനം ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു. പിന്നീട് നെക്സ്റ്റ് ഇയറിൽ രണ്ടാമത്തെ വർഷം അതിൻ്റെ അവസാനം അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് മേനോൻ ഹയർ പർച്ചേസർ അടച്ചില്ല അല്ലേ. അതിൻ്റെ പോപ്പുലർ ഓട്ടോമൊബൈൽസ് റീപൊസസ്ഡ് ദ കാർ. ഇവിടെ പോപ്പുലർ ഓട്ടോമൊബൈൽസ്, അതായത് ഹയർ വെണ്ടർ ആ ഒരു കാർ തിരിച്ചെടുക്കുകയാണ്. റീപൊസസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുകയാണ് അല്ലേ. ദെൻ ഓൺ 1/1/2025 ദ വെണ്ടർ സ്പെൻഡ് 9,000. അത് തിരിച്ചെടുത്തതിന് ശേഷം 1/2/2025 ഹയർ വെണ്ടർ എന്ത് ചെയ്തു, ഒരു 9,000 കൂടെ അതിലേക്ക് മുടക്കി ഫോർ റീകണ്ടീഷനിങ് ദ കാർ. ആ കാറിനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി, അതായത് റിപ്പയറിങ് റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഒരു 9,000 മുടക്കി. അതിനുശേഷം അത് 1,95,000 അത് വിൽപ്പന നടത്തി. ഷോ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് ദ പാർട്ടീസ്. രണ്ട് പാർട്ടികളുടെയും, അതായത് ഹയർ പർച്ചേസറുടെ ബുക്കിലുള്ള ലെഡ്ജർ അക്കൗണ്ട്സും ഒപ്പം തന്നെ ഹയർ വെണ്ടറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടാത്തതുകൊണ്ട് ഇവിടെ ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2 അക്കൗണ്ടുകൾ, ഒന്ന് ഹയർ പർച്ചേസറുടെ ബുക്കിൽ 2 അക്കൗണ്ടുകളുണ്ട്. അതായത് കാർ അക്കൗണ്ട്, ഇവിടെ മോട്ടോർ കാറാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മോട്ടോർ കാർ അക്കൗണ്ട് ഉണ്ട്. ഒപ്പം തന്നെ ഹയർ വെണ്ടറുടെ പോപ്പുലർ ഓട്ടോമൊബൈൽസിൻ്റെ അക്കൗണ്ടും ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ ഹയർ പർച്ചേസ്ഡ് ബുക്കിൽ കാണിക്കേണ്ടതാണ്. ഹയർ വെണ്ടറുടെ ബുക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഏതാണ്, ഇവിടെ നമുക്ക് മേനോൻ അക്കൗണ്ട് വരയ്ക്കണം അല്ലേ, ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ട് വരയ്ക്കണം. ഒപ്പം തന്നെ നമുക്ക് റീപൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ട് കൂടെ നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് എളുപ്പമാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു അനാലിസിസ് ടേബിൾ നമ്മൾ വരച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുക. അതായത് കേസ് നമ്പർ 1 ആയിരുന്നു അല്ലേ, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. ഇത് നമ്മൾ നേരത്തെ തന്നെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് ഇതുപോലുള്ള ഹെഡിങ്ങുകൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അനാലിസിസ് ടേബിൾ നമ്മൾ ആദ്യം വരയ്ക്കണം അല്ലേ. അനാലിസിസ് ടേബിൾ വരച്ചിട്ട് നമ്മൾ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക. ഇവിടെ നമുക്ക് എത്രയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 2,50,000 ആണ്. അപ്പോൾ നമുക്കിവിടെ എത്ര രൂപയാണ് അടയ്ക്കുന്നത്, 70,000 ഡൗൺ പേയ്മെൻറ്റും ഒപ്പം തന്നെ 67,500 3 വർഷത്തേക്ക് അല്ലേ. അതായത് 67,500 × 3 2,02,500 രൂപ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും കൂടാതെ 70,000 ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2,72,000 രൂപ അല്ലേ, 2,72,500 അല്ലേ, 2,72,500 രൂപ നമ്മൾ ഇവിടെ ഹയർ പർച്ചേസ് പ്രൈസ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അത് 2,50,000
പകരം നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? 2,72,500 രൂപയാണ് കൊടുക്കുന്നത് അല്ലേ? 2,72,500. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് 2,50,000 ഈ 2,72,500 അല്ലേ? അത് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 22,500 ടോട്ടൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി വെച്ചില്ല എങ്കിൽ നമുക്ക് മൂന്നാമത്തെ വർഷത്തെ, അതായത് ലാസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിൽ കൃത്യമായിട്ട് ഈ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് അനാലിസിസ് ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളത് ഒന്നുകൂടെ കണ്ടു നോക്കണം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. നോക്കുക, അനാലിസിസ് ടേബിളാണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ അനാലിസിസ് ടേബിളിന് കോളം ഹെഡിങ്സ് ഇതേ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഡേറ്റ് വേണം, ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിംഗ് വേണം, ക്യാഷ് പ്രൈസ് വേണം അല്ലേ, ക്യാപിറ്റൽ പോർഷൻ വേണം, അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് വേണം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കോളം ഹെഡിങ്ങുകൾ നമ്മൾ എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ ഡേറ്റ് 1/1/2023 ഈ ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് നിലവിൽ വരുന്നത് അല്ലേ? ആ ഡേറ്റ് കൊടുക്കുക. ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിംഗ് 2,50,000 ആണ് നമ്മുടെ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ 2,50,000 നൽകിയിട്ടുണ്ട്. നോക്കുക, 2,50,000 രൂപയാണ്. അത് നമ്മളങ്ങോട്ട് എടുത്തെഴുതുന്നു. അതിനുശേഷം ക്യാഷ് പ്രൈസ് ഓർ ക്യാപിറ്റൽ പോർഷൻ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ എന്ത് എഴുതണം? ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ പോർഷനായിട്ട് എഴുതണം. അത് തന്നെ ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കോളത്തിൽ നമ്മളൊന്ന് കാണിച്ചേക്കണം അല്ലേ? അതായത് ടോട്ടൽ നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റും ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കേണ്ടതാണ്. 70,000. ആ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ വർഷാരംഭത്തിൽ തന്നെ കൊടുക്കുന്നത് കൊണ്ട് അതിന്മേൽ പിന്നീട് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് കോളത്തിൽ നിങ്ങൾ നില്ലെന്ന് കൊടുക്കണം അല്ലേ? ഇനി 31/12 ആ വർഷത്തിൻ്റെ അവസാനം നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നടത്തണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2,50,000 നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് പ്രൈസ് പോർഷൻ അല്ലേ, 70,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമ്മൾ കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന 1,80,000. 1,80,000 എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കിവിടെ ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിംഗ് 2,50,000 ഒറിജിനൽ പ്രൈസ് മൈനസ് ഡൗൺ പേയ്മെൻറ്റ് അല്ലേ? അപ്പോൾ 1,80,000 കിട്ടും. ഇതിന്മേൽ നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി അല്ലേ? ഇതിന്മേലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1,80,000 ഇൻറ്റു 5% അല്ലേ? 5% ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാരണം ഇവിടെ നമുക്ക് 6% ആണല്ലേ? 6% ഇൻട്രസ്റ്റ് 6% ആണ്. അപ്പോൾ 1,80,000 ഇൻറ്റു 6% കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 10,800 കിട്ടും. അപ്പോൾ 10,800 ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയായിരുന്നു? 67,500 അല്ലേ? അപ്പോൾ 67,500 നിന്ന് ഈ 10,800 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 56,700 കിട്ടും അല്ലേ? അതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് പോർഷൻ. അതായത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിനെ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടും ക്യാഷ് പ്രൈസ് പോർഷനായിട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. പിന്നീട് അടുത്ത വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ 1,80,000 നിന്ന് ആ വർഷത്തെ ക്യാഷ് പ്രൈസ് പോർഷൻ 56,700 കുറയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 1,24,300 കിട്ടും. അതേ ഇൻറ്റു 6% എന്ന് പറയുമ്പോൾ 7,398 കിട്ടും അല്ലേ? ഇനി ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോക്കുക. ഇവിടെ നമുക്ക് മൊത്തം 22,500 ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അത് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് 22,500 ആണെങ്കിൽ ബാക്കിയുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 22,500 കുറച്ച് ചെയ്യുമ്പോൾ 4,302 കിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു എമൗണ്ടാണ് ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ ബാലൻസിങ് ഫിഗറായിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4,302 നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കോളം ക്യാഷ് പ്രൈസ് കോളമൊക്കെ ഒന്ന് ടോട്ടൽ ചെയ്തിട്ടേക്കുക. ഇനി നമുക്ക് ലെഡ്ജർ അക്കൗണ്ടുകൾ വരയ്ക്കുന്നതിലേക്ക് കടക്കാം. ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസറുടെ ബുക്കിൽ മോട്ടോർ കാർ അക്കൗണ്ട് നമുക്ക് വരയ്ക്കണം അല്ലേ? മോട്ടോർ കാർ അക്കൗണ്ടാണ്, അസറ്റ് അക്കൗണ്ടാണ് ആദ്യം വരയ്ക്കേണ്ടത്. അസറ്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ജേണൽ എൻട്രി എഴുതേണ്ടത് അസറ്റ് വാങ്ങിക്കുന്നത് അല്ലേ? ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അസറ്റ് വാങ്ങിക്കുന്നതാണ് എഴുതേണ്ടത്. മോട്ടോർ കാർ അക്കൗണ്ട് അറ്റ് 2 പോപ്പുലർ ഓട്ടോമൊബൈൽസ് എന്നാണ്. അപ്പോൾ മോട്ടോർ കാർ അക്കൗണ്ടിൽ 2 പോപ്പുലർ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്യാഷ് പ്രൈസ് വാല്യൂ അല്ലേ 2,50,000 നമ്മൾ കാണിക്കേണ്ടതാണ്. ഇനി മോട്ടോർ കാർ അക്കൗണ്ടിൽ ഇത്രയേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ നമുക്കിനി കാണിക്കണം അല്ലേ? വർഷാവസാനം ഡിപ്രീസിയേഷൻ കാണിക്കണം. 31/12/2023 ആയപ്പോൾ ബൈ ഡിപ്രീസിയേഷൻ 2,50,000 10% 20,000 ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വർഷത്തെ നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ബൈ ബാലൻസ് CD എന്ന് പറഞ്ഞുകൊണ്ട് 2,20,000 അല്ലേ? 2,20,000 രൂപ 2,50,000 മൈനസ് 2,20,000 അല്ലേ? വലിയ ടോട്ടലിൽ നിന്ന് നമ്മൾ ടോട്ടലായിട്ട് എഴുതി. അതിൽ നിന്ന് നമ്മൾ ചെറിയ ടോട്ടൽ 2,50,000 മൈനസ് 20,000 കുറച്ച് ചെയ്യുമ്പോൾ 2,20,000 ബാലൻസ് CD കിട്ടും. അത് നമ്മൾ അടുത്ത വർഷത്തിൻ്റെ ആദ്യത്തെ 1/1/2024 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നു 2,20,000. പിന്നീട് വീണ്ടും ആ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നു 2,20,000 ഇൻറ്റു 10% അല്ലേ? ഡിമിനിഷിംഗ് ബാലൻസ് മേലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2,20,000 മേൽ പുതിയ ഓപ്പണിംഗ് ബാലൻസിന് മേൽ മാത്രമേ നമ്മൾ 10% ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് എഴുതാവുള്ളൂ. അപ്പോൾ നമുക്ക് 22,500 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കംപ്ലീറ്റ് റീപൊസഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ഡിഫോൾട്ട് വരുത്തുന്ന വർഷമാണ് രണ്ടാമത്തെ വർഷം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കൂടി എഴുതിയ ശേഷം അതവിടെ നിർത്തണം.
പിന്നീട് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഡിപ്രീസിയേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ വെച്ച് കംപ്ലീറ്റ് റീപ്രൊഫഷൻ നടക്കുകയാണല്ലേ. അപ്പോൾ കംപ്ലീറ്റ് റീപ്രൊഫഷൻ നടക്കുന്ന വർഷത്തെ ഡിപ്രീസിയേഷൻ കൂടി എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് അതവിടെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്ന 22,500 എഴുതുന്നു. ഇനി നമുക്ക് വേണ്ടത് പോപ്പുലർ ഓട്ടോമൊബൈൽസ്, അതായത് ഹയർ വെണ്ടറുടെ അക്കൗണ്ട് വരച്ച് അതിൻ്റെ ബാലൻസാണ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് മോട്ടോർ കാർ അക്കൗണ്ടാണ് ആദ്യം വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം പോപ്പുലർ ഓട്ടോമൊബൈൽസ് അക്കൗണ്ട് അല്ലേ, അടുത്ത അക്കൗണ്ട് പോപ്പുലർ ഓട്ടോമൊബൈൽസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ബാലൻസ് എത്രയാണ്, രണ്ടാമത്തെ വർഷമാണ് അത് ബാലൻസ് ചെയ്യേണ്ടത് അല്ലേ. രണ്ടാമത്തെ വർഷം കൊണ്ട് കംപ്ലീറ്റ് റീപ്രൊഫഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് നമ്മൾ മോട്ടോർ കാർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ നിന്നാണ്. ട്രാൻസ്ഫർ എഴുതിക്കുന്നുണ്ടോ, പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ നിന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് വരണം, എങ്കിൽ മാത്രമേ എമൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പോപ്പുലർ ഓട്ടോമൊബൈൽസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് നമ്മൾ ബൈ മോട്ടോർ കാർ അക്കൗണ്ട് അല്ലേ, അതായത് മോട്ടോർ കാർ അക്കൗണ്ട് ടു പോപ്പുലർ ഓട്ടോമൊബൈൽസിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ നമ്മൾ ബൈ മോട്ടോർ കാർ അക്കൗണ്ട് 2,50,000 എഴുതി. അതായത് നമ്മളിവിടെ മോട്ടോർ കാർ അക്കൗണ്ടിൽ 2 പോപ്പുലർ ഓട്ടോമൊബൈൽസിന് എഴുതിയില്ലേ, അതിൻ്റെ ക്രോസ് പോസ്റ്റിംഗ് ആണല്ലേ. അപ്പോൾ ബൈ മോട്ടോർ കാർ അക്കൗണ്ട് 2,50,000 നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞല്ലേ 70,000 എഴുതുന്നു. അതിനുശേഷം 31/12/2023 ബൈ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു അല്ലേ, ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു 10,800. ഈ ഒരു ഇൻട്രസ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത്, നമുക്ക് അനാലിസിസ് ടേബിളിലെ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആണല്ലേ 10,800. അത് നമ്മൾ ഡ്യൂ ആവുന്നതായിട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഫയലിൽ എഴുതുന്നു. അതിനുശേഷം ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഉൾപ്പെടെ അല്ലേ നമ്മൾ 67,500 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞ് ആ വർഷം അടയ്ക്കുന്നു. പിന്നീട് നമ്മളത് ബാലൻസ് ചെയ്യുന്നു 1,23,300 കിട്ടും. ഇവിടെ ടോട്ടൽ 2 ഫയലിൽ 2,60,800 ആണ്. 1,23,300 അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 1/1/2024 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ എടുത്തെഴുതുന്നു 1,23,300. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. നമുക്കിതാണ് റീപ്രൊഫഷൻ നടക്കുന്ന വർഷമാണ്. ഈ വർഷം കൂടി നമുക്ക് ഇൻട്രസ്റ്റ് എഴുതേണ്ടതുണ്ട്, അത് മറന്നുപോയത് ഒരിക്കലും. റീപ്രൊഫഷൻ നടക്കുന്ന വർഷമാണെങ്കിലും ഡിപ്രീസിയേഷൻ ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് നമ്മൾ ആ വർഷം കൂടി കാണിക്കേണ്ടതാണ്. അപ്പോൾ ബൈ ഇൻട്രസ്റ്റ് പറഞ്ഞ് രണ്ടാമത്തെ വർഷത്തെ 7,398 അനാലിസിസ് ടേബിളിൽ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തെഴുതുന്നു. ബൈ ഇൻട്രസ്റ്റ് 7,398. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാലൻസ് ചെയ്യാം. കാരണം ഈ കംപ്ലീറ്റ് റീപ്രൊഫഷൻ നടക്കുകയാണ്. ഡിഫോൾട്ട് പേയ്മെൻറ്റിൻ്റെ ഡിഫോൾട്ട് വരുത്തിയല്ലേ, പേയ്മെൻറ്റ് അടയ്ക്കാത്ത വർഷമാണ് രണ്ടാമത്തെ വർഷം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം, ഇവിടെ വെച്ച് നമ്മൾ ഹയർ പർച്ചേസർ അക്കൗണ്ട്, അതായത് പോപ്പുലർ ഓട്ടോമൊബൈൽസ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് നമ്മളിത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ 1,30,698 കിട്ടും അല്ലേ. അത് നമ്മൾ ടു മോട്ടോർ കാർ എന്ന് പറഞ്ഞാൽ ഈ 1,30,698 ബാലൻസാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 1,30,698 ബൈ പോപ്പുലർ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ് നമ്മൾ മോട്ടോർ കാർ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു എമൗണ്ടോടെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് എഴുതി വെച്ച് നമ്മൾ ടാലി ആക്കുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എടുത്തെഴുതി 1,30,698 മോട്ടോർ കാർ അക്കൗണ്ടിലേക്ക് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ലോസ് കാണിക്കുന്നുണ്ടാവും. അത് 71,802 ലോസ് അല്ലേ. അത് ബാലൻസിങ് ഫിഗറാണ്. ഇവിടെ വെച്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹയർ പർച്ചേസ്ഡ് ബുക്കിൽ മോട്ടോർ കാർ അക്കൗണ്ടും ഒപ്പം തന്നെ ഹയർ വെണ്ടറുടെ അക്കൗണ്ടും വരയ്ക്കണം. മോട്ടോർ കാർ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴാണ് ഡിഫോൾട്ട് വരുന്നത് ആ വർഷം നമുക്ക് ഹയർ വെണ്ടറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നീട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ആ ഒരു ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ ഓട്ടോമൊബൈൽസിൻ്റെ അക്കൗണ്ട് ആദ്യം വരയ്ക്കാം, രണ്ടാമത് മോട്ടോർ കാർ അക്കൗണ്ട് വരച്ചാലും മതി കേട്ടോ. ഇനി നമ്മൾ ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെണ്ടർ നിങ്ങൾ ജേണലിൽ എഴുതുമ്പോൾ പലപ്പോഴും ലെഡ്ജർ അക്കൗണ്ടിൽ എഴുതുമ്പോൾ പല കുട്ടികളും തെറ്റിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഹെഡിങ്ങൾ ഒഴിവാക്കുക, അത് എഴുതാൻ വിട്ടുപോവുക. അങ്ങനെ എഴുതാൻ വിട്ടുപോകരുത്. മോട്ടോർ കാർ അക്കൗണ്ട് കൃത്യമായിട്ട് എഴുതണം, എങ്കിലാണ് ഏത് അക്കൗണ്ടാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസഡ് ബുക്കിൽ മോട്ടോർ കാർ അക്കൗണ്ട്, പിന്നെ ഹയർ പർച്ചേസ്ഡ് ബുക്കിൽ പോപ്പുലർ ഓട്ടോമൊബൈൽസ് അക്കൗണ്ട്. അതിനുശേഷം നമുക്ക് ഇനി വരയ്ക്കേണ്ടത് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ വെണ്ടർ ആണല്ലേ. ഹയർ വെണ്ടറുടെ ബുക്കിൽ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ടാണ്, മേനോൻ അക്കൗണ്ട് അല്ലേ. ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഹയർ സെയിൽസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അല്ലേ. അതായത് ഹയർ വെണ്ടറെ സംബന്ധിച്ച് അയാളെ സംബന്ധിച്ച് സെയിൽസ് ആണ്, ഹയർ സെയിൽസ് ആണ്. അപ്പോൾ ടു ഹയർ സെയിൽസ് എന്ന് പറഞ്ഞാൽ 2,50,000 എഴുതി. അയാൾക്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്നതായിട്ട് ബൈ ബാങ്ക് എന്ന് എഴുതുന്നു 70,000 അല്ലേ. ബൈ ബാങ്ക് കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. 70,000 കിട്ടി. ഒപ്പം തന്നെ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എഴുതി അല്ലേ. ടു ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത് നമ്മൾ 10,800 എഴുതി. അതിനുശേഷം അത് ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആ വർഷത്തെ കിട്ടുന്നു, ബാലൻസ് ചെയ്യുന്നു അല്ലേ. 1,23,300 നമുക്ക് ബാലൻസ് കിട്ടുന്നു. അതിനുശേഷം അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് എടുത്തെഴുതുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അതിനുശേഷം ഇൻട്രസ്റ്റോടെ ഡ്യൂ ആവുന്നുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റോടെ കിട്ടാനുള്ള കാര്യം എഴുതി വെച്ചതിന് ശേഷം അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ബാലൻസാണ് നമ്മൾ റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ ഹയർ വെണ്ടറുടെ അക്കൗണ്ടിൽ ഹയർ പർച്ചേസറുടെ
അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഹയർ വെണ്ടറുടെ ബുക്കിൽ ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് ഇവിടെ ഡിഫോൾട്ട് വരുത്തുന്ന രണ്ടാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 1,30,698 അല്ലേ. നമുക്ക് ആ റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ ആദ്യം തന്നെ എഴുതേണ്ടത് ടു മെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു എമൗണ്ടാണ് ആദ്യം കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്, ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. പിന്നീട് റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം. റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹയർ പർച്ചേസ്ഡ് അക്കൗണ്ട് അല്ലേ 1,30,698 ടു മെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതി. അതിനുശേഷം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പയേഴ്സിന് വേണ്ടി 9,000 ചിലവാക്കി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. റിപ്പയേഴ്സിന് വേണ്ടി 9,000 ചിലവാക്കി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ടു ബാങ്ക് എന്ന് പറഞ്ഞല്ലേ, ക്യാഷ് ചിലവാക്കുകയാണല്ലേ, അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 9,000 എഴുതണം. അതിനുശേഷം നമുക്കതിൻ്റെ സെയിൽസ് നടത്തുന്നു. സെയിൽസിൻ്റെ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എമൗണ്ട് എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്, 1,95,000 ആണ് അല്ലേ. അപ്പോൾ ആ കാര്യം നമ്മൾ എഴുതണം. ബൈ സെയിൽസ് എന്ന് പറഞ്ഞ് 1,95,000 എഴുതണം. റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലാണ് ഇതെല്ലാം കാണിക്കേണ്ടത്. അപ്പോൾ 1,95,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിലും എഴുതി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് നമ്മൾ വിറ്റത് എത്ര രൂപയ്ക്കാണ്, 1,90,000 അല്ലേ. അപ്പോൾ 55,302 രൂപയുടെ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആയതുകൊണ്ട്, ലാഭം ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കുറവാണെങ്കിൽ, ഈ രണ്ട് എമൗണ്ടിലേക്കാളും കുറവാണ് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് എങ്കിൽ ഇവിടെ നഷ്ടം വന്നതിന് അവിടെ നമ്മൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ നഷ്ടം നമ്മളിവിടെ എഴുതുമായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ലാഭമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റീപർച്ചേസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടത്. ഇപ്പോൾ കംപ്ലീറ്റ് റീപൊസിഷൻ്റെ ആ പഴയ പ്രോബ്ലം ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ തന്നെ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കൂടെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളത് കംപ്ലീറ്റ് റീപൊസിഷൻ ഉൾപ്പെടെയുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും നിങ്ങൾ മിസ്സാകാതെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്